ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഈ വർഷത്തെ 2024 സെപ്റ്റംബറിൽ നടക്കുന്ന ഓണം എക്സാമിൻ്റെ എല്ലാ പേപ്പറിൻ്റെയും ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ എക്സാമും കഴിയുന്നതിനനുസരിച്ച് എക്സാം ആൻസർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷിൻ്റെയും അതേപോലെ തന്നെ ഹിന്ദിയുടെയും ഒക്കെ എക്സാം ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു മാത്സിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു ക്യു ആർ, എ സി ഈക്വൽ ടു പി ക്യു, ബി സി ഈക്വൽ ടു പി ആർ. ഓൾസോ ആംഗിൾ എ ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ ബി 60 ഡിഗ്രി, ദെൻ ആംഗിൾ ക്യു, ആംഗിൾ പി. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ദ ഔട്ടർ ആംഗിൾസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എക്സ് വൈ സെഡ് ആർ മാർക്ക്ഡ് എ ബി സി. ദെൻ എ പ്ലസ് ബി പ്ലസ് സി എത്രയായിരിക്കും? എ പ്ലസ് ബി പ്ലസ് സി 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 360 ഡിഗ്രി ആയിരിക്കും. എ പ്ലസ് ബി പ്ലസ് സി 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഇഫ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആൻഡ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് പോളിഗൺ ആർ ഈക്വൽ, നെയിം ദ പോളിഗൺ. ഏതായിരിക്കും? ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ക്വാഡ്രിലാറ്ററൽ. അതിൻ്റെ ഔട്ടർ ആംഗിൾസും അതേപോലെ ഇന്നർ ആംഗിൾസും എന്തായിരിക്കും? സെയിം. അടുത്ത ക്വസ്റ്റ്യൻ. ട്വൈസ് എ നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം 5 times of the same number gives 12. Then write the algebraic form of the statement which is the number. അപ്പോൾ twice a number subtracted, ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൻ്റെ ട്വൈസ്. അപ്പോൾ നമ്പർ നമുക്ക് എന്തെടുക്കാം? എക്സ് എടുക്കാം. അതിൻ്റെ ട്വൈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 5 times ഓഫ് സെയിം നമ്പർ. അപ്പോൾ ആ സെയിം നമ്പറിൻ്റെ 5 times, അതായത് 5x, അതിനെ സബ്സ്ട്രാക്റ്റ് ചെയ്തത് ഗീവ്സ് 12. ഒക്കെ മനസ്സിലായല്ലോ? ട്വൈസ് എ നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ 5 times ഓഫ് സെയിം നമ്പർ. 5x മൈനസ് 2x ഈക്വൽ ടു 12. അതാണ് അതിൻ്റെ ആൾജിബ്രൈക് ഫോം. ഇനി അടുത്തത് വിച്ച് ഈസ് ദ നമ്പർ. നമ്പർ എന്ന് പറയുമ്പോൾ 5x നിന്ന് 2x കുറച്ച് എത്രയാണ്? 3x ഈക്വൽ ടു 12. x ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 4. അപ്പോൾ ആൻസർ എത്രയാണ്? 4. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻ ദ ഫിഗർ ആംഗിൾ എ, ആംഗിൾ സി, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. ഓൾസോ ആംഗിൾ ബി 120 ഡിഗ്രി, ബി സി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ, ബി സി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇനി എ ബി എന്തായിരിക്കും? അതേപോലെ ആംഗിൾ എ എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആംഗിൾ എ എത്രയായിരിക്കും? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ആണ്. അതിൽ 120 ആംഗിൾ ബി ഉണ്ട്. ബാക്കി എത്ര ഉള്ളത്? 60 ആണുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാന്ന് പറയുമ്പോൾ ഈ 60നെ നമുക്ക് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പോൾ 60നെ ഡിവൈഡ് ചെയ്തപ്പോൾ ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ എത്രയാണ്? 30 ഡിഗ്രി. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എ ബി എത്രയാണെന്നാണ്. ബി സി 4 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് എന്തായിരിക്കും? ഇതിൻ്റെ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് ഹെക്സഗൺ. ഹെക്സഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അതെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ ഇൻക്രീസസ് 1 by 1, വാട്ട് വിൽ ബി ദ ഇൻക്രിമെൻറ്റ് ഇൻ സം ഓഫ് ഇന്നർ ആംഗിൾസ്. രണ്ട് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇഫ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ ഇൻക്രീസസ് 1 by 1, വാട്ട് വിൽ ബി ദ ഇൻക്രിമെൻറ്റ് ഇൻ ദ സം ഓഫ് ഇന്നർ ആംഗിൾസ്. അതിൻ്റെ ആൻസർ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ കണ്ടിരിക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് ഹെക്സഗൺ. അപ്പോൾ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡ് എത്രയാണ്? അപ്പോൾ n മൈനസ് 2 ഇൻറ്റു 180 ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ n എന്ന് പറയുന്നത് സൈഡ്സ് ആണ്. ഹെക്സഗണിന് എത്ര സൈഡുണ്ട്? 6 സൈഡുണ്ട്. 6ന്ന് 2 മൈനസ് ചെയ്തു, അതിനെ 180 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 6ന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് 4 കിട്ടുക. 4 ഇൻറ്റു
180. 4 into 180. 4 into 180 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 720 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 720 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the figure PA equal to PD. Okay, PA equal to PD. Also AB equal to BC. AB equal to BC equal to CD. അതായത് ഇതെല്ലാം ഈക്വൽ ആണ്. If A is 50 degree, if A is 50 degree, then angle D. A 50 ഡിഗ്രി ആണെച്ചാൽ ആംഗിൾ ഡി എത്ര ആയിരിക്കും? ആംഗിൾ ഡിയും 50 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി അടുത്തത് പി ബി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി സി? വൈ. അപ്പോൾ പി ബി എന്ന് പറയുന്നത് ഏതാണ്? പി ബി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അപ്പോൾ പി സി ഈക്വൽ ടു എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആണ്. ട്രയാങ്കിൾസ് ഈക്വൽ ആണ്, അതുകൊണ്ട് അതിൻ്റെ സൈഡ്സും ഈക്വൽ തന്നെ ആയിരിക്കും. ഇനി അടുത്തത്. ഹായ് ഫ്രണ്ട്സ്, വി ഹാവ് 3 ഗ്രൂപ്പ്സ് നെയിംഡ് എ ബി സി. ക്യാൻ യു സേ ഹൗ മെനി ആർ വി ഈച്ച് ഗ്രൂപ്പ്? ഗ്രൂപ്പ് എ, വി ആൻഡ് യു ടുഗദർ 21. വി ആൻഡ് യു ടുഗദർ 21. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രൂപ്പ് എ പറയുന്നു വി ആൻഡ് ടുഗദർ ഈസ് 21. അപ്പം വി ആൻഡ് യു നമുക്ക് ഒന്ന് കൂട്ടാം. ആൻഡ് ടുഗദർ ഈസ് 21. ഞാനും നീയും കൂടിയാൽ 21 ആണെന്ന്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 21 മൈനസ് 1 ദാറ്റ് ഈസ് 20. എക്സ് എന്ന് പറയുന്നത് 20. ആദ്യത്തെ എക്സ് എന്ന് പറയുന്നത് 20. ഓക്കെ, എക്സ് പ്ലസ് 1 ഈക്വൽ ടു 20. എക്സ് ഈക്വൽ ടു 21 മൈനസ് 1 ദാറ്റ് ഈസ് 20. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വി ആൻഡ് അസ് അഗെയിൻ വിത്ത് യു വിൽ മേക്ക് 21. വി ആൻഡ് അസ് അഗെയിൻ വിത്ത് യു. ഇപ്പോൾ യു എന്ന് പറയുന്നത് 1 ആണ്. വി ആൻഡ് അസ് എന്ന് പറയുന്നത് എഗെയിൻ, ഞാനും നീയും. എഗെയിൻ എന്ന് പറയുമ്പോൾ 2 ടൈംസ്. 2x പ്ലസ് 1 ഈക്വൽ ടു 21. അപ്പം 2x ഈക്വൽ ടു 21 മൈനസ് 1 21 മൈനസ് 1 ദാറ്റ് ഈസ് 20. 2x ഈക്വൽ ടു 20. എക്സ് ഈക്വൽ ടു 20/2 ദാറ്റ് ഈസ് 10. അപ്പോൾ എന്തായി? 10 കിട്ടി. ഇനി വി ആൻഡ് അസ് എഗെയിൻ, വിയും അസും അതേപോലെ എഗെയിൻ വിത്ത് ഹാഫ് ഓഫ് അസ് ആൻഡ് യു വിൽ മേക്ക് 21. അത് എത്രയാണ് കിട്ടുക? അത് 8 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ദ ആംഗിൾസ് ഓഫ് എ 9-sided polygon ആർ ഈക്വൽ. ഓൾ ദ ആംഗിൾസ് ഓഫ് 9-sided polygon ആർ ഈക്വൽ. കാൽക്കുലേറ്റ് 1 ഔട്ടർ ആംഗിൾ. ഒരു ഔട്ടർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതേപോലെ തന്നെ കാൽക്കുലേറ്റ് 1 ഇന്നർ ആംഗിൾ. റൈറ്റ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ്. നോക്കാം. ഓൾ ദ ആംഗിൾസ് ഓഫ് 9-sided polygon ആർ ഈക്വൽ. കാൽക്കുലേറ്റ് 1 ഔട്ടർ ആംഗിൾ. കാൽക്കുലേറ്റ് 1 ഇന്നർ ആംഗിൾ. റൈറ്റ് ദ സം ഓഫ് ഓൾ ഇന്നർ ആംഗിൾസ്. To calculate 1 outer angle, the sum of outer angle is any polygon is always 360 degree. അപ്പോൾ ഔട്ടർ ആംഗിൾസിൻ്റെ സം എപ്പോഴും എത്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ 9-sided polygon ആണ്. അപ്പോൾ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ 9 ദാറ്റ് ഈസ് 40 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചോദിച്ചാൽ എന്താണ്? കാൽക്കുലേറ്റ് 1 ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾ ആൻഡ് കറസ്പോണ്ടിങ് ഔട്ടർ ആംഗിൾ ഈസ് ഓൾവേസ് 180. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിളും അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ടർ ആംഗിൾ എപ്പോഴും 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 140 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ സം ഓഫ് ഓൾ ഇന്നർ ആംഗിൾസ്. അറിയാലോ, n-2 ഇൻറ്റു 180 ഡിഗ്രി. ഇവിടെ n എന്ന് പറയുന്നത് 9 ആണ്. 9 മൈനസ് 2 ദാറ്റ് ഈസ് 7. 7 ഇൻറ്റു 180 നമുക്ക് ചെയ്തല്ല 1260 കിട്ടും. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, മിസ്സാക്കരുത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ സി ഈസ് ദ ബൈസെക്ടർ ഓഫ് ബോത്ത് എ ആൻഡ് സി. എ സി ഇവിടെ കണ്ടല്ലോ. ഇത് എന്താണ്? ബൈസെക്ടർ ഓഫ് ബോത്ത് ആംഗിൾ എ ആൻഡ് സി. ബോത്ത് എ ആൻഡ് സി. ഓൾസോ ആംഗിൾ ബി 90 ഡിഗ്രി. ആംഗിൾ ബി 90 ഡിഗ്രി. ഇനി ആംഗിൾ ഡി ആണ്. ആംഗിൾ ഡി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടെ കണ്ടില്ല, റൈറ്റ് ആംഗിൾ ആണ്. ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി.
ഓക്കെ, ഇനി അടുത്തത് ഇഫ് എ ബി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. എ ബി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. സി ഡി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. സി ഡി 3 സെൻറ്റിമീറ്റർ ആണ്. സി ഡി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ഡി ആൻഡ് എ സി. അപ്പോൾ എ സി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, എ സി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ലെങ്ത് ഓഫ് എ ഡി ആൻഡ് എ സി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എ ഡിയും എ സിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ സൈഡ് അല്ലേ. ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ ഇവിടെയും 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി, സ്ക്വയർ ആഡ് ചെയ്താൽ മതി. ഓക്കെ, 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 16. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. അപ്പോൾ 25. അപ്പോൾ റൂട്ട് ഓഫ് 25 കണ്ട 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇത് റൈറ്റ് ആംഗിളാണ്. അറിയാം, ഒരു മട്ട ത്രികോണം റൈറ്റ് ആംഗിളിൽ ഏറ്റവും വലിയ സൈഡായിരിക്കും ഇത് അല്ലേ. വലിയ സൈഡ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ സൈഡ് രണ്ടിൻ്റെ സ്ക്വയർ കാണാനാണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ the larger angle is 50 more than the smaller angle. What is the sum of both angles? Okay, what is the sum of both angles? Compute the measure of each angle. Okay, അപ്പോൾ ഇത് രണ്ട് ആംഗിൾസിൻ്റെയും സം എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് ലീനിയർ പെയർ ആണ്. പിന്നെ അതേപോലെ തന്നെ കമ്പ്യൂട്ട് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ. ഓരോന്നിൻ്റെയും മെഷർ നമ്മളോട് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ലാർജർ ആംഗിൾ സ്മോളർ ആംഗിളിനെക്കാട്ടി 50 കൂടുതലാണ്. അത് രണ്ടും എത്രയാണ്? 180 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് സ്മോളർ ആംഗിൾ എക്സ് എന്ന് എടുക്കാം. അതിൻ്റെ കൂടെ ലാർജർ ആംഗിൾ കൂടി 50 കൂടുതലാണെന്ന് പറഞ്ഞു. അത് രണ്ടും കൂടി കൂട്ടിയാലാണ് നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x പ്ലസ് 50 that is 180. ഓക്കെ, എക്സ് ആണ് സ്മോൾ ആംഗിള്, എക്സ് പ്ലസ് 50 ആണ് ലാർജ് ആംഗിൾ. അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന 180 ഡിഗ്രി ആണ്. ഇനി എക്സും 2x പ്ലസ് 50 180. ഇനി 2xനെ ഒറ്റയ്ക്ക് ഇവിടെ വെച്ചു. 180 മൈനസ് 50 ദാറ്റ് ഈസ് 130. അപ്പോൾ എക്സ് ഈക്വൽ ടു 130 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 65. അപ്പോൾ എക്സ് 65 ആണെന്ന് നമുക്ക് കിട്ടി. എക്സ് 65 ആണെന്ന് കിട്ടി. അപ്പോൾ സ്മോളർ ആംഗിൾ എത്രയാണ്? 65 ആണ്. ബിഗ്ഗർ ആംഗിൾ എത്ര ആയിരിക്കും? 50 കൂടി കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണ്? 65ഉം 50ഉം കൂട്ടിയാൽ 115. ഓക്കെ, അപ്പോൾ നമ്മുടെ ആംഗിൾസ് 65 ഡിഗ്രിയും അതേപോലെ 115 ഡിഗ്രിയും ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. ഇന്ന പെൻറ്റഗൺ ഹൗ മെനി ഡയഗൺസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ വെർട്ടെക്സ് ടു അതർ വെർട്ടീസസ്. എത്ര എണ്ണം വരയ്ക്കാം? 2 എണ്ണം വരയ്ക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ട്രയാങ്കിൾസ് വിൽ ബി മെയ്ഡ് ബൈ ദീസ് ഡയഗൺസ്. എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാം ഒരു പെൻറ്റഗണിൽ? 3 എണ്ണം വരയ്ക്കാം. ഓക്കെ, സി വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ. സം ഓഫ് ആംഗിൾസ് ഓഫ് പെൻറ്റഗൺ നമുക്ക് അതിൻ്റെ ഫോമുല n-2 × 180 അല്ലേ. n എന്ന് പറയുന്നത് പെൻറ്റഗൺ എന്ന് പറയുന്നത് 5 സൈഡാണ്. അപ്പം 5 - 2 ദാറ്റ് ഈസ് 3 × 180. 3 × 180 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 540 ഡിഗ്രി. അപ്പോൾ മൂന്നാമത്തതിൻ്റെ ആൻസർ എത്രയാണ്? 540 ഡിഗ്രി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ചോദ്യം. ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ലൈൻ ലെങ്ത് 11 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ. അപ്പം ബൈസെക്ടർ വരയ്ക്കാനും സ്ക്വയർ വരയ്ക്കാനും ആരും മറന്നു പോകരുത്. ഇനി അടുത്തത് ഇന്ന കലണ്ടർ സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് ആർ മാർക്ക്ഡ് ആസ് ഷോൺ ബിലോ. റൈറ്റ് ദ സം ഓഫ് ദീസ് 4 നമ്പർ. അപ്പോൾ ഇവിടെ നമ്പർ കണ്ടല്ലോ. റൈറ്റ് ദ സം ഓഫ് ദീസ് 4 നമ്പേഴ്സ്. ഈ 4 നമ്പറിൻ്റെയും പിന്നെ സമ്മ് കാണാനാണ് പറഞ്ഞത്. അപ്പം 2 + 3 + 9 + 10 നമുക്ക് ചെയ്താൽ എത്ര കിട്ടും? അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 24 ആണ് കിട്ടുക. ഓക്കെ, റൈറ്റ് ദ സം ഓഫ് ദീസ് നമ്പർ. നമ്മൾ ജസ്റ്റ് ഒന്ന്
കൂട്ടിയാൽ മതി, നമുക്ക് 24 കിട്ടി. ഇനി അടുത്ത അനദർ 4 നമ്പേഴ്സ് ആർ മാർക്ക്ഡ് ലൈക്ക് ദിസ് ആൻഡ് ദെയർ സം ഈസ് 44. ബട്ട് വിച്ച് ആർ ദ നമ്പേഴ്സ്? ഇനി നമ്മൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു കണക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇതെന്താണ് കണക്ഷൻ എന്ന്? ഇത് എക്സ്, നമുക്ക് 2നെ എക്സ് ആക്കി എടുക്കാം. 3 എന്ന് പറയുന്നത് x+1 ഒന്നുകൂടി. ഇനി 9 എന്ന് പറയുന്നത് എന്താണ്? അതായത് 2നോട് 7 കൂട്ടിയപ്പോഴാണ് നമുക്ക് 9 കിട്ടിയത്. അപ്പോൾ x+7 എന്ന് പറയാം. ഇനി 2ഉം 10ഉം തമ്മിലുള്ള കണക്ഷൻ എന്താണ്? x+8. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. x+x+1 പ്ലസ് x+7 പ്ലസ് x+8. അത് എത്രയാണെന്ന് പറഞ്ഞത്? ഇതിൻ്റെ ഒക്കെ സം എത്രയാണെന്ന് പറഞ്ഞത്? 44 എന്നാണ് നമ്മളോട് പറഞ്ഞത്. 44 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് എക്സ് എത്രയാണ്? 2x, 2x പ്ലസ് എക്സ് 3x, 4x. ഓക്കെ, 4x ഉണ്ട്. 4x പ്ലസ് പിന്നെ 1ഉം 7ഉം 8, 8ഉം 8ഉം 16 അല്ലേ? 8ഉം 8ഉം 16. അപ്പോൾ 4x പ്ലസ് 16 = 44. ഇനി 4xനെ മാത്രം ആക്കുക. അപ്പം 44 മൈനസ് 16, 44 മൈനസ് 16 വരും. 44 മൈനസ് 16 ദാറ്റ് ഈസ് 28. അപ്പോൾ 4x = 28. ഇനി എക്സ് മാത്രം കാണാമെന്ന് വെച്ചാൽ 28/4 ദാറ്റ് ഈസ് 7. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ കണക്ഷൻ പഠിക്കണം. നമ്മൾ ഈ ചെറിയ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ കണക്ഷന് കൊടുക്കുന്നത്. ഇത് എക്സ്, പിന്നെ ഇത് x+1, ഇത് x+7, ഇത് x+8. അപ്പോൾ അതെല്ലാം കൂടിയും കൂട്ടിയാൽ 44 ആണെന്ന് പറഞ്ഞു. അത് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ചോദ്യം നോക്കാം. ദ ഫിഗർ ഷോസ് എ റോംബസ് ആൻഡ് ഇക്വിലാറ്ററൽ ജോയിൻ്റ്. ഒരു റോംബസും ഇക്വിലാറ്ററും ജോയിൻ ഏതാണ്? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണണം. ആംഗിൾ സി എവിടെ? ആംഗിൾ സി ഇത് അവിടെ ഉണ്ട്. ആംഗിൾ സി എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കാരണം ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആംഗിൾസൊക്കെ സെയിം ആയിരിക്കും. അപ്പം നമുക്ക് 60 + 60 + 60 ദാറ്റ് ഈസ് 180. സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ദാറ്റ് ഈസ് 180. അപ്പോൾ നമുക്ക് 60 60 60. ഓക്കെ, അത് സെറ്റ്. ഓക്കെ, 60 60. ഓക്കെ, 60. ഇനി അടുത്ത എന്താണ്? ആംഗിൾ ABD. ആംഗിൾ ABD എന്ന് പറയുമ്പോൾ ആംഗിൾ ABD ഇതാണ്. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും എത്ര ആയിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ 180 60 മൈനസ് ചെയ്താൽ എത്ര ആയിരിക്കും? 120. അപ്പോൾ അതും കിട്ടി. ഇനി ആംഗിൾ E. ആംഗിൾ E എന്ന് പറയുന്നത് ഇത് 120 ആണ് ചെയ്ത് എന്തായിരിക്കും? ഇത് 120 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, ഇനി ആംഗിൾ A കണ്ടുപിടിക്കണം. ആംഗിൾ A എത്ര ആയിരിക്കും? 60 ആയിരിക്കും. ഇത് 120, ഇത് 120. അപ്പോൾ ഇതായിരിക്കും 60 60. ഓക്കെ, നമുക്ക് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ. ഇനി ഡ്രോ ആംഗിൾ ഓഫ് 55 ഡിഗ്രി ആൻഡ് ബൈസെക്റ്റ് ദ ആംഗിൾ. അത് വരയ്ക്കാനാണ്. 2 എണ്ണം വരയ്ക്കാനുണ്ട്. ആംഗിളും ഉണ്ട്, ട്രയാംഗിളും വരയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തത് 16th ക്വസ്റ്റ്യൻ നോക്കാം. ആൽജിബ്രൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏജ് ഓഫ് എൽഡർ ബ്രദർ ഈസ് 10 years മോർ ദാൻ ദ ഏജ് ഓഫ് യങ്ങർ ബ്രദർ. 10 വയസ്സ് കൂടുതലാണ്. ആഫ്റ്റർ 4 years a year of elder brother will come twice the age of younger brother. Look at the table and fill the blanks. ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാം സെയിം പാറ്റേൺ ആണ്, നമ്പേഴ്സ് മാറുന്നേ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഏജ് ഓഫ് യങ്ങർ ബ്രദറിൻ്റെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഏജ് ഓഫ് എൽഡർ ബ്രദറിൻ്റെ എന്താണ്? യങ്ങർ ബ്രദറിനെക്കാട്ടി 10 വയസ്സ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? x+10 എന്ന് എഴുതാം, x+10 എന്ന് എഴുതാം. ഇനി ഏജ് ആഫ്റ്റർ 4 years, 4 വർഷം കഴിഞ്ഞിട്ട് എന്തായിരിക്കും? ഇയാളുടെ വയസ്സ് 4 വയസ്സ് കൂടിയില്ലേ? ഇയാളുടെ വയസ്സോ 4 വയസ്സ് കൂടി. അതായത് 10നോട് 14 കൂട്ടി, x+14. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് യങ്ങർ ബ്രദർ. യങ്ങർ ബ്രദറിൻ്റെ പ്രസൻറ്റ് ഏജാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? x+14 അതായത് ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞിരുന്നത് x+14 = 2x+4. 2 മടങ്ങാണ്. ആഫ്റ്റർ 4 years of age എൽഡർ ബ്രദർ ബിക്കം ചോയ്സ് ദ ഏജ് ഓഫ് യങ്ങർ ബ്രദർ എന്നല്ല പറഞ്ഞത്. അപ്പോൾ
4 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വയസ്സിൻ്റെ ട്വൈസ് ആണെന്ന് പറഞ്ഞു. x+4ൻ്റെ ട്വൈസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. x+14 = 2x+4. ഓക്കെ, 2x x+14 = 2x+8. 2x+8. ഇനി നമ്പേഴ്സൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പം x - 2x = 14 - 8. അപ്പോൾ x-ന്ന് x കുറച്ചാൽ x, 14-ന്ന് 8 പോയാൽ എത്രയാണ്? 6. അപ്പോൾ x എന്ന് പറയുന്നത് 6 ആണ്. ഇനി നെക്സ്റ്റ്, ഇൻ ദ ഫിഗർ എ റെഗുലർ ഹെക്സഗൺ, എ സ്ക്വയർ ആൻഡ് എ ട്രയാങ്കിൾ പുട്ട് ടുഗദർ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് എ സ്ക്വയർ? സ്ക്വയറിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? കണ്ടാൽ തന്നെ അറിയാം, റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ 90 ഡിഗ്രി. ഇനി അടുത്തത്, റൈറ്റ് ദ മെഷർ ഓഫ് ഓൾ ദ 3 ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ ABC. ABCയിലുള്ള ട്രയാങ്കിളിൻ്റെ മെഷർ എഴുതാനാണ്. അപ്പോൾ നമ്മൾ 360-ന്ന് ഈ 2 ആംഗിൾസ് നമ്മൾ മൈനസ് ചെയ്യാണ് വേണ്ടത്. ഇത് എത്ര ആംഗിൾസ് ആണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, ഇത് 6 സൈഡുള്ളതാണ്, ഹെക്സഗൺ ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ്? n - 2 × 180 അല്ലേ? അപ്പം ഹെക്സഗൺ എന്ന് പറയുമ്പം എത്ര സൈഡ്സ് ആണ്? 6 സൈഡ്സ് ആണ്. അപ്പം 6 - 2 × 180, ദാറ്റ് ഈസ് 4 × 180. 4 × 180 എന്ന് പറയുന്നത് 720. 720-നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 120 കിട്ടും. എന്തിനാ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തതില്ല? ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് കിട്ടാനാണ്. അപ്പോൾ 120 ആണ് ഇത്. എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഉറപ്പ്. 360 മൈനസ് ഇത് 90 ആണ്. അതേപോലെ ഇത് 120 ആണ്. അപ്പോൾ നമുക്ക് 360 - 90 + 120 ചെയ്ത് നമുക്ക് 150 ഡിഗ്രിയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ആംഗിൾ ABC എന്ന് പറയുന്നത് എത്രയാണ്? 150 ഡിഗ്രിയാണ്. അപ്പോൾ 150 ഡിഗ്രി. ഓക്കെ, ഇനി റൈറ്റ് ദ ആംഗിൾസ് ഓഫ് ആംഗിൾസ് 150 ഡിഗ്രി. ഇത് പാറ്റേൺ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കൂ, 2 സ്ക്വയർ 1 സ്ക്വയർ + 1 + 2 = 4 3 സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് എളുപ്പമാണ്, നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തേത് ക്വസ്റ്റ്യൻ നോക്കൂ, യൂസ് 5 സ്ക്വയർ ആണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? 4 സ്ക്വയർ + 4 + 5, ദാറ്റ് ഈസ് 25. ഇനി ഇത് നോക്കൂ, 7 സ്ക്വയർ + 7 + 8 8 സ്ക്വയർ. ഇനി 21 സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. 21 സ്ക്വയർ = 20 സ്ക്വയർ + 20 + 21. x+1 സ്ക്വയർ = s സ്ക്വയർ + x+1. ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് പോകുന്നത്.